പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതലെന്നും ഉന്നയിക്കുന്നു തന്നെ. ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഇന്ന് സംസാരിക്കുന്ന വിഷയം എഴുതപ്പെട്ട വചനമാണോ മറിയാമിൻ്റെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം, കുറച്ച് ദിവസം മുമ്പ് ഒരു ബഹുമാനപ്പെട്ട വൈദികൻ, നമ്മുടെ സഭയിലല്ല വേറൊരു സഭയിലെ വൈദികൻ ക്ലാസ് എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതിൽ അദ്ദേഹം പറഞ്ഞത് വചനമാകുന്ന വിത്താണ് മറിയാമിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചത് എന്നൊക്കെയാണ്. എങ്കിൽ എഴുതപ്പെട്ട വചനമാണ് മറിയാമിൻ്റെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. സംശയമൊന്നുമില്ല അത്. എന്നാൽ അതാണ് സത്യം. എഴുതപ്പെട്ട വചനമല്ല. ലൂക്കോസ് 1:26 മുതൽ വായിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖ മറിയാമിൻ്റെ അടുത്ത് എന്ന് പറയുന്നത്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. ഞാൻ പറയുന്ന വചനം ദൈവം പറയുന്ന വചനമാണ്, അല്ലെങ്കിൽ പിതാവ് പറയുന്ന വചനമാണ്. ആ വചനമാണ് മറിയാമിൻ്റെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചത്. ഒന്നുകൂടി പറഞ്ഞാൽ യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ എന്ന് വെച്ചാൽ അനാദിയിലാണ്, നമുക്കറിയാം. അപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം എന്ന് പറഞ്ഞാൽ വാക്ക്, വേട് എന്നർത്ഥം. അപ്പോൾ ആ വേടോ വാക്കോ അതിനൊരു ഉടമസ്ഥ വേണം. ആദിയിൽ അല്ലെങ്കിൽ അനാദിയിൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുള്ളൂ, വേറെ ഒന്നുമില്ല. മനുഷ്യരായിട്ടുമില്ല, ദൈവമായിട്ടുമില്ല, വേറെ ഒന്നുമില്ല. ഒക്കെ ശൂന്യമാണ്. അപ്പോൾ ആ വചനം ആരുടെയാണ്? പിതാവിൻ്റെയാണ്. പിതാവിൻ്റെ വചനത്തെയാണ് പുത്രൻ എന്ന് പറയുന്നത്. പിതാവിൻ്റെ മനസ്സിൽ വരുന്നത് പിതാവിൻ്റെ വായിൽ കൂടി പുറത്തേക്ക് വരുമ്പോൾ അത് പുത്രനായി, വേടായി, വാക്കായി, വചനമായി. അതാണ് വചനം. അപ്പോൾ ആ വചനമാണ് മറിയാമിൻ്റെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ചു. എഴുതപ്പെട്ട വചനം എന്ന് പറയാൻ പറ്റില്ല, വ്യത്യാസമുണ്ട്. ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികെ വീണു, ചിലത് നല്ല നിലത്ത് വീണു, നല്ല ഫലം പുറപ്പെടുവിച്ചു. അത് ദൈവവചനമാകുന്ന വിത്താണ്. അപ്പോൾ അത് വചനമാകുന്ന വിത്ത് എന്ന് പറയാം. ഇവിടെ അങ്ങനെ പറയുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ട്, അർത്ഥവ്യത്യാസം വരും. വചനമാകുന്ന വിത്തല്ല, വചനമാകുന്ന വ്യക്തി തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യക്തിത്വമാണ്. ഞാനിതിപ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വ്യക്തിത്വം, വ്യക്തിയുടെ സ്വത്വം, അതാണ് വ്യക്തിത്വം. വ്യക്തി എന്ന് പറയുമ്പോഴേ കാണാൻ പറ്റണില്ലോ. അവനെവിടെയാ? പിതാവിനെ കാണാൻ പറ്റുന്നുണ്ടോ? പരിശുദ്ധ റൂഹായെ കാണാൻ പറ്റുന്നുണ്ടോ? പുത്രൻ മനുഷ്യാവതാരം ചെയ്തപ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സംശയങ്ങൾ വരാതിരിക്കാനാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ആളത്വം, വ്യക്തിത്വം എന്നൊക്കെ പറയാം. കാണാൻ പറ്റില്ല. അപ്പോൾ പിതാവിൻ്റെ വചനമാകുന്ന പുത്രൻ, അല്ലെങ്കിൽ തൃത്വത്തിലെ രണ്ടാമനായ പുത്രനാണ്. ആ വചനമാണ്, പിതാവിൻ്റെ വചനമാണ്. ഒരിക്കൽ കൂടി പറയുന്നു, പിതാവിൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന ആ വേട്, ആ വാക്ക്, ആ വചനം, അത് പിതാവിൻ്റെ മനസ്സിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. പിതാവിൻ്റെ മനസ്സിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അല്ലെങ്കിൽ പിതാവിൻ്റെ മനസ്സിൽ
ജനിക്കുന്നതാണ് ആ വചനം. അതാണ് പിതാവിൽ നിന്ന് പുത്രൻ ജനിച്ചു എന്ന് പറയുന്നത്. അതാണ് മറിയാവിൻ്റെ കാതിൽ കൂടി പ്രവേശിച്ചത്. വചനമാകുന്ന വ്യക്തി. എങ്കിൽ ആ മനുഷ്യാവതാരം തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ്റെ ആവുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും ആവില്ല. ഈ തെറ്റ് പലപ്പോഴും നമുക്ക് പറ്റാറുണ്ട്. വചനം നമ്മിൽ മാംസം ധരിക്കണം എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ പുത്രൻ തമ്പുരാൻ നമ്മിൽ മാംസം ധരിക്കണമെന്നാണോ അതിൻ്റെ അർത്ഥം? പലരും അങ്ങനെ ധരിക്കുന്നുണ്ട്. അവരാണെങ്കിൽ വചനം കേൾക്കുന്ന എല്ലാവരുടെയും വയറ്റിലും ഒരു കുട്ടി ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് സമ്മതിക്കാം. വചനമാകുന്ന പുത്രൻ വ്യക്തിത്വം മറിയാവിൻ്റെ കാതിൽ കൂടി പ്രവേശിച്ചു. അങ്ങനെ പ്രവേശിക്കാൻ പറ്റിയ വചനം ആത്മാവാണെന്ന്. ദൈവം ആത്മാവാണ്, വചനമാത്മാവാണ്, പരിശുദ്ധ ആത്മാവാണ്. പരിശുദ്ധ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവ്, ദൈവമാകുന്ന ആത്മാവല്ല, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവ്. പുത്രൻ ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ആത്മാവ്, അല്ലെങ്കിൽ വാക്ക്, അല്ലെങ്കിൽ വചനം. മനുഷ്യാവതാരം എടുത്തപ്പോൾ അവൻ മനുഷ്യരായി, മനുഷ്യരും ദൈവവുമായി. അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിലേ ഒരുപാട് അബദ്ധം പറ്റും. ഒരിക്കലും അച്ഛൻ പറഞ്ഞു, വചനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അച്ഛൻ, അതൊക്കെ നല്ലതാണ്. പലപ്പോഴും യേശുവിനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ടുള്ള പ്രസംഗം കാണുന്നത് നല്ലതാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഇവിടെ ഒരു വേദസ്വം ഇരിക്കുന്നു, ഇവിടെ വിശുദ്ധ കുർബാന ഇരിക്കുന്നു എന്ന് ധരിക്കുക. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, ഈ വചനവും ഈ കുർബാനയും വ്യത്യാസമുണ്ടോ? ചിലർ പറഞ്ഞു വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. അതിന് വ്യത്യാസം പറയണേ, ഈ വചനം തന്നെയല്ലേ ഈ കുർബാന? ഈ വചനം തന്നെയല്ലേ മാംസം ധരിച്ചത്? എഴുതപ്പെട്ട വചനമല്ല മാംസം ധരിച്ചത്, വിശുദ്ധ വേദപുസ്തകമല്ല മാംസം ധരിച്ചത്, വചനമാകുന്ന വ്യക്തിയാണ്. ഇവിടെ വചനം ഒരു പ്രതീകം എന്ന് പറഞ്ഞാൽ വചനം എഴുതപ്പെട്ട ഒരു കടലാസ്, ഒരു പുസ്തകം. ഇവിടെ യേശു ക്രിസ്തു തന്നെ ശരീരവും രക്തവുമായിട്ട് അവിടെ സ്ഥിതി ചെയ്യുമ്പോൾ രണ്ട് സ്വഭാവമാണോ? അല്ല, ഒരിക്കലും അല്ല. വിശുദ്ധ കുർബാനയാണ് അവിടെ വലുത്. ദറ്റ് ഈസ് ഒറിജിനൽ. ഇവിടെ എഴുതപ്പെട്ട വചനം ഇത് ഒറിജിനൽ. നേരെ മറിച്ച് ഇവിടെ പുത്രൻ തമ്പുരാൻ നിൽക്കുകയാണ്. ഇവിടെ വിശുദ്ധ കുർബാന സ്ഥിതി ചെയ്യുകയാണ്. അങ്ങനെ ഒരു സന്ദർഭമില്ല വേദപുസ്തകത്തില്. കർത്താവ് വാഴ്ത്തി, ശരിയാണ്, അതൊക്കെ ശരിയാണ്. അത് ക്രൂശിൻ്റെ ബലിക്ക് മുമ്പ് ചെയ്തു. അതിനുശേഷം പിന്നെ കുർബാനയായിട്ടും വചനമെന്ന വ്യക്തിയായിട്ടും പ്രകടമായിട്ട് നമുക്ക് കാണുന്നില്ല, നമുക്ക് കാണാൻ പറ്റില്ല. ഇനി എനിക്ക് വേറെ കുർബാനയാണ്. ഇപ്പോൾ ഒരുപാട് അർത്ഥതലങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ വ്യത്യാസം വരുന്നു. പല ക്ലാസ്സുകളും തെറ്റായി അദ്ദേഹം ഉറപ്പിച്ചും തറപ്പിച്ചൊക്കെ പറയാം. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പോയിൻ്റേ ഉള്ളൂ, വേറൊന്നുമില്ല. പക്ഷേ ആ പോയിന്റ് വളരെ അർത്ഥവത്താണെന്ന് ചിന്തിച്ചോളൂ. വചനമാകുന്ന തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യക്തിത്വമാണ് മറിയാവിൻ്റെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ എഴുതപ്പെട്ട വചനത്തിൽ ദൈവത്വം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? വചനത്തിൽ ദൈവത്വമുണ്ട്. യേശുവാകുന്ന വചനത്തിൽ ദൈവത്വം. നമ്മൾ ഒരു വേദപുസ്തകത്തെ എടുത്തിട്ട് ഇതിനകത്ത് ദൈവത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ദൈവത്തോടെന്ന് പറഞ്ഞാണോ നമ്മൾ കുമ്പിടുന്നത്, നമസ്കരിക്കുന്നത്, അതിന് വേദപുസ്തകത്തെ വണങ്ങുന്നത്?
മുത്തുന്നത്. വചനമാകുന്ന ദൈവം അല്ലെങ്കിൽ എഴുതപ്പെട്ട വചനമായതുകൊണ്ടാണ് നമ്മളതിനെ മുത്തുന്നത്. കാരണം അതിനകത്ത് ദൈവത്തോടെന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് ദൈവത്തോണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഓരോ കടലാസും കീറിയെടുത്ത് ഭക്ഷിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ദൈവത്തെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയൊന്നുമല്ല സംഭവം. അപ്പോൾ ദൈവമാകുന്ന പുത്രൻ തമ്പുരാൻ അല്ലെങ്കിൽ തൃത്വത്തിലെ രണ്ടാമനായ വചനമാകുന്ന ദൈവിക വ്യക്തി അല്ലെങ്കിൽ ദൈവിക വ്യക്തിത്വമാണ് മറിയാമിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചത്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.